ഹായ്, ടുഡേ ഈസ് ഓൾ അബൌട്ട് മൈ ഡാൻസ് സ്കൂൾ. അതെ, കൃഷ്ണ സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ്. വിവാഹത്തിനു ശേഷം ഞാനെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അത്രമേൽ കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും കൂടി വളർത്തിയെടുത്ത എന്നിലെ ആ നർത്തകിക്ക് വളരാനായി ഇതിലും മികച്ച അവസരം മറ്റെന്താണുള്ളത്? അതുമാത്രമല്ല കേട്ടോ, പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ നിറവേറ്റാനുള്ള പോക്കറ്റ് മണി സമ്പാദിക്കാനും ഇതെന്നെ പ്രാപ്തയാക്കിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ ഇവിടെ നിന്നാണ്. ഡാൻസിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ 2 ഗുരുക്കന്മാരെ പറ്റി പറയാതിരിക്കാൻ വയ്യ. എന്നെ അത്രമേൽ സ്വാധീനിച്ച 2 പേർ. ഒന്ന് രേഷ്മ ടീച്ചർ, എന്നെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ആൾ. ഭരതനാട്യത്തിൻ്റെയും കുച്ചിപ്പുടിയുടെയും ആദ്യ പാഠങ്ങൾ രേഷ്മ ടീച്ചറുടെ അടുത്തു നിന്നാണ് ഞാൻ പഠിക്കുന്നത്. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിലെല്ലാം നിറഞ്ഞാടിയത് രേഷ്മ ടീച്ചറുടെ പരിശീലനങ്ങളുടെ ഫലമാണ്. രണ്ടാമത്തെ ആൾ സിത്താര ടീച്ചറാണ്, ശ്രീമതി സിത്താര ബാലകൃഷ്ണൻ. മോഹിനിയാട്ടം പഠിക്കാനാണ് പോയതെങ്കിലും ടീച്ചർ എനിക്കൊരു നല്ല സഹയാത്രികയായിരുന്നു. ഒരു കൂട്ടുകാരിയെപ്പോലെ, ഒരമ്മയെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചറിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡാൻസിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ. എന്നെ ഇന്ന് കാണുന്ന ഞാനാക്കി മാറ്റുന്നതിൽ ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട്. 4 വയസ്സ് മുതലുള്ള കുട്ടികൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, അമ്മമാരുടെ ഒരു ബാച്ച് കൂടെയുണ്ട്. എൻ്റെ അമ്മയും അനിയത്തിയും ഇതേ ഡാൻസ് സ്കൂളിലെ എൻ്റെ വിദ്യാർത്ഥിനികൾ തന്നെയാണ് കേട്ടോ. അതിൽ അമ്മമാരുടെ ബാച്ചിൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു കേട്ടോ. അത് ചെറിയ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് രക്ഷിതാക്കളുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമാവുക, അവരുടെ ഒരു സന്തോഷത്തിൻ്റെ കാരണമാവുക, അതൊക്കെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ഇവിടെ ചിലവഴിക്കുന്ന സമയം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഇടം, ഇതാണ് എൻ്റെ സ്വർഗരാജ്യം.